ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നലെ പൊന്നുകുട്ടീനെ കൊണ്ട് പാർക്കിൽ പോയിരിക്കുവായിരുന്നു. പാർക്കിൽ പോയെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിക്ക് എപ്പോഴും പ്ലേ ഗ്രൗണ്ടിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരത്തിൽ ഏറ്റവും ഫേവറേറ്റാണ് ഈ തുള്ളിച്ചാടുന്നത്. അതുകൊണ്ട് തുള്ളിച്ചരിക്കാനായിട്ട് പോയതാണ്. അവിടെയാണ് കയറുള്ളൂ. അവിടെ കയറിയൊന്ന് തുള്ളിച്ചാടുള്ളൂ. മറ്റേ കളികളൊക്കെ കുറച്ച് കളിക്കുള്ളൂ. ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കയറി തുള്ളാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തുള്ളലോട് തുള്ളലാണ്. ഇതാണ് പുള്ളിക്കാരത്തിയുടെ ഫേവറേറ്റ്. എല്ലാ പിള്ളേരും കൂടെയും ഒറ്റയ്ക്കും നിന്ന് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോളം കടന്ന് തുള്ളി. കഴിഞ്ഞ് എൻ്റെ പിറ്റ് ഓഫ് ആയതുകൊണ്ടാണ് ഉള്ള എല്ലാവരും ഭയങ്കര വൈബോടുകൂടി വന്നുണ്ട്. നമ്മുടെ മൊത്തം ആളുകളെല്ലാവരും താർത്താടുകയാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നല്ല തിരക്കാണ്. പിന്നെ കൊതുകടിയാണ് ഒരു രക്ഷയില്ലാത്ത. കൊതുകടി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കൊതുകടിയാണ്. എൻ്റെ പൊന്നെ, നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ രാത്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഫുൾ വൈബാണ്. നല്ലൊരു കടൽ ഭിത്തി പോലെയൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ടല്ലേ. അതുകൊണ്ടോ മൊത്തം ഒരു സെറ്റാക്കിയുണ്ട്. നല്ല ഒരു വൈബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ സെറ്റപ്പാണ് കേട്ടോ. ഉള്ളിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കോതങ്ങൾത്തുള്ള മുനിസിപ്പൽ പാർക്കാണ് കേട്ടോ. വൈകുന്നേരമായപ്പോഴത്തേക്കും ഇഷ്ടംപോലെ പിള്ളേർ കുറേ പേര് ഇപ്പോൾ ഇറങ്ങിപ്പോയി. നല്ല തിരക്കെന്ന് പറയുന്നത് നല്ല തിരക്കാണ്. ഒരു രക്ഷ നന്നായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് കണ്ടു. അപ്പോൾ പിന്നെ ഇത്രയും രാത്രി ആയതുകൊണ്ട് ഈവനിങ് കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് ആൾക്കാർ പതുക്കെ ഇറങ്ങി തുടങ്ങി. ഞങ്ങൾ വരുന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പോഴും ആൾക്കാർ ഓരോരുത്തർ വന്ന് കയറുന്നുണ്ട്. എൻ്റെ അകത്ത് ഇവിടെ ഇരിക്കാനും ഇതിനൊക്കെ ആയിട്ട് നല്ല അടിപൊളി സെറ്റായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ നടന്നു പോകാനും ഇതിനൊക്കെ ആയിട്ട് അടിപൊളി ഒരു ഇതുണ്ട്. പിള്ളേരൊക്കെ ആണെങ്കിൽ കളിക്കാനും ഇതിനോടുകൂടി ഇഷ്ടം പോലെ വന്നു. ഏറ്റവും കൂടുതൽ പിള്ളേർ കയറുന്നത് അവിടെയാണ്. ഫുള്ളാനായിട്ട് പിന്നെ ഇവിടെ സൈഡ് തന്നെ നേരെ മെയിൻ റോഡിൻ്റെ സൈഡ് തന്നെ അത്. ഇപ്പോൾ നമ്മുടെ കോതളം മൂന്നാർ റൂട്ടുണ്ടല്ലോ, കോതളത്തിൽ നിന്ന് നേരെ മൂന്നാർ റൂട്ട് പോകുന്നതിൻ്റെ സൈഡിൽ തന്നെയാണ് മുനിസിപ്പൽ പാർക്ക് വരുന്നത്. ഇതിങ്ങനെ ഇതുപോലെ ഇങ്ങനെ ടയർ ഫുൾ അങ്ങ് ഇട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇട്ടുണ്ട്. ഇപ്പം നല്ല നൈറ്റായി. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു വൈകിട്ടായപ്പോഴാണ് കയറിയത്. പിള്ളേർ കൊച്ച് ഭയങ്കര നിർബന്ധം കാരണം അന്ന് കയറിയതാണ്. കൊച്ചിനാണെങ്കിൽ പ്ലേ ഗ്രൗണ്ട് എന്നും പറഞ്ഞ് രക്ഷയില്ല. വേറെ ഒന്നുമല്ല, കൊച്ചിന് ആ തുള്ളണം. അതിൻ്റെ ഉള്ളിൽ കയറി കിടന്നാൽ അങ്ങോട്ട് തുള്ളി മറയണം. അതിന് വേണ്ടി വരുന്ന ഇതെങ്ങനെയൊക്കെയാണ് ഇതുണ്ടോ. ഇതിൻ്റെ ഏറ്റവും അങ്ങോട്ട് വര ഇങ്ങനെ ടൈലിട്ട് വെച്ചിട്ടുണ്ട്. നേരെ പോയി കഴിഞ്ഞാൽ അപ്പുറം വരെ അങ്ങ് പോകും. അങ്ങോട്ട് ചുറ്റി തുമ്പ് വരെ പോയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ എന്തായാലും ഇറങ്ങാറായിട്ടുണ്ട്. ഞാനിപ്പോൾ മരണമാസത്തിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. മരണമാസം മൂവി ഒന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മരണമാസം മൂവി ഒരു 9 മണിയാകുമ്പോൾ തുടങ്ങും. അപ്പോൾ 9 മണിയാകുമ്പോഴത്തേക്കും മരണമാസം മൂവി കാണാനായിട്ട് കയറണം. കണ്ടോ, ഇതൊക്കെയാണ് ഇവിടെ പുറത്ത് ഇഷ്ടം പോലെ പുതിയ ബിൽഡിങ്, എയർ സ്വീറ്റ്സ്. ഇത് ഇപ്പോൾ നൈറ്റായതൊന്നും കാണാൻ പറ്റില്ല. ഹായ് പൊന്നുകുട്ടി, അടിപൊളി, സൂപ്പർ പൊന്നുകുട്ടി, സൂപ്പർ. ഇങ്ങോട്ട് തിരിഞ്ഞിരിഞ്ഞോ. അത് തന്നെ, അങ്ങനെ കടന്നോ. കടന്നോ, തലാങ്ങനെ വെച്ചോ. വാവ്, സൂപ്പർ, അടിപൊളി കേട്ടോ. കിടു 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 കേട്ടോ. ഇനി അച്ഛാ തിരിഞ്ഞു വരാം, ഇങ്ങനെ തിരിഞ്ഞു വരാം.
ആ അങ്ങനെയാണോ? അല്ല അവളിങ്ങനെ തിരിഞ്ഞോട്ടോ, മോൻ തിരിഞ്ഞോട്ടോ അതൊക്കെ. ആ കിടൂ കേട്ടോ. പാവോ അരയന്നത്തിൻ്റെ മോൻ കിട്ടാൻ വേണ്ടിയാ ആ ഫ്രണ്ടിൽ നിന്ന്. ആ ഗൈസ്, എൻ്റെ പൊന്നുകുട്ടി അരയന്നത്തിൻ്റെ മുകളിലാണ് കയറിയിരിക്കുന്നത്. ആ ഓക്കേ. അപ്പോൾ ഞങ്ങളിപ്പോൾ നമ്മുടെ ഉടുപ്പി ഫോണിൽ ഫുഡ് കഴിക്കാനായിട്ട് കേട്ടോ. ഫുഡ് ഉടുപ്പി ഫോണിൽ കഴിച്ചിട്ട് വേണം മരണമാസം മൂവി കയറാനായിട്ട്. നമ്മളിപ്പോൾ ഇറങ്ങി പോകുന്നതുള്ളൂ. പാർക്കിൽ നിന്ന് കൊച്ചു വെള്ളം കുടിക്കാൻ ഒറ്റപ്പാണ്ടായിക്കൊണ്ട് ഇറങ്ങി പോകുന്നത്. നമ്മളിപ്പോൾ പാർക്കിൽ നിന്ന് ഇറങ്ങി പോന്നിട്ട് നേരെ ഉടുപ്പി ഫോണിൽ കയറി പോകുന്നത്. ആ പയ്യനത് ഒരു ലോഡ് പ്ലേറ്റാണ് ആ പയ്യൻ ഒറ്റയടിക്ക് എടുത്തുകൊണ്ട് കേട്ടോ. ഭയങ്കര തിരക്കോട് ഹോട്ടലിൻ്റെ തിരക്കുണ്ടോ? ഭയങ്കര തിരക്കായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിക്കാൻ സീറ്റ്. പൂരിയാണ് പറഞ്ഞത് എല്ലാവരും. കൊച്ചിനൊരു പൂരി, പിന്നെ വൈറ്റ് വെക്കാനുള്ള ഞാൻ മൂന്നാണ്. താഴെ ക്ലോസായി, മുകളിലാണ് ഇപ്പോൾ ഉടുപ്പിയുടെ ഫുള്ളുള്ളത്. ഒട്ടേക്കും കഴിച്ചിറങ്ങി നേരെ ഇനി തിയേറ്ററിലേക്ക് പോകാൻ കേട്ടോ. അതിന് മുമ്പ് ഞങ്ങളൊന്ന് സ്റ്റുഡിയോന്ന് പോകണം. നമ്മുടെ കോതങ്ങളിൽ തന്നെ പുതിയൊരു സ്റ്റുഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കയറാൻ കൊടുത്തുകൊണ്ടിരിക്കും. കയറിയിട്ട് നമ്മൾ നമ്മുടെ കോതങ്ങളത്തുള്ള EVM ഗ്രൂപ്പിൻ്റെ സിൽവർ ടിപ്സ് ആണ് കേട്ടത്. ഇത് ലൈസർ ഹോട്ടൽ EVM ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിൻ്റെ നേരെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ സ്റ്റുഡിയോയുടെ പുതിയ സ്റ്റുഡിയോ വന്നത് കേട്ടോ. കണ്ടോ സ്റ്റുഡിയോ. ഈ സ്റ്റുഡിയോ നമ്മുടെ കോതങ്ങളത്ത് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് പെരുമാറുള്ളിലേക്ക് കിടക്കുമ്പോൾ തന്നെ വന്നതാണ്. അപ്പോൾ നമ്മുടെ കോതങ്ങളത്ത് തുടങ്ങിയ പുതിയ സ്റ്റുഡിയോയിലെ ഷൂ കളക്ഷൻസും ചെരുപ്പ് കളക്ഷൻസൊക്കെ ഇടയിൽ കാണുന്നത്. സെറ്റ് കളക്ഷൻസ് 299 899. കണ്ടോ ഇതൊരു ലിപ്സ്റ്റിക് സ്റ്റാൻഡാണ്. അതുകൊണ്ടാണ് നീണ്ട മേനെ പണിതുകൊണ്ടിരിക്കുന്നത്. എന്ത് പറയാനാണ് ഇവിടെ ഇതിന് ലിപ്സ്റ്റിക് സ്റ്റാൻഡാ തിരിച്ച് ഒച്ചപ്പാണ്ടാക്കി കൊണ്ടുപോകുന്നൂടി ഉള്ള. എന്താ പൊന്നേ എൻ്റെ കുറെ കയ്യിൽ തൂത്തു നോക്കാനാത്താം. വെറുതെ ഉള്ള കൈക്കടെ ആകെ തൂത്തുകൊണ്ടിരിക്കുവാണ്. എന്ത് പറയാനാന്ന് പറഞ്ഞു. പോയാലോ? വാ വാ വാ. നമ്മുടെ ഈ സ്റ്റുഡിയോ എന്ന് പറഞ്ഞത് നല്ല സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്പേസും കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ. ഇഷ്ടം പോലെ ആളുകൾക്ക് വന്ന് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഈ സ്റ്റുഡിയോ ആണിട്ടത്. അപ്പോൾ ഞങ്ങൾ മരണമാസ് മൂവി കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അകത്തേക്ക് കയറിയാണ്. ദേഷ്യപ്പെടണോ? ആര് ദേഷ്യപ്പെടണോ? അങ്ങനെ നമ്മുടെ പാഠം തുടങ്ങാറായി. നമ്മൾ അകത്ത് കയറിയിരിക്കുകയാണ്. പാഠം തുടങ്ങുന്ന ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടോവിനോ തോമസ് പ്രൊഡക്ഷനാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. അത് തന്നെയുള്ള കൂടെ 2 ഇതോടുണ്ട്. ഒന്ന് റാഫേൽ പ്രൊഡക്ഷനും അതുകൂടാതെ ചെയ്തിരിക്കുന്നതാണ് വേൾഡ് വൈഡ് പ്രൊഡക്ഷനുമാണ് ഈ പടം നമ്മളുടെ മുമ്പിലേക്ക് എത്തിയത് കേട്ടോ. മരണമാസ്. അങ്ങനെ നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ നെക്സ്റ്റ് സൂപ്പർ മൂവി. ഹായ്. ഇപ്പം ഇന്നലെ മരണമാസം മൂവിയൊക്കെ പോയി കണ്ടു. നല്ല സൂപ്പർ പടമാണ്, ഒരു എതിരില്ല. അപ്പോൾ ഞാനിന്നിപ്പോൾ രാവിലെ തന്നെ അക്ഷയയിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ്. രാവിലെ പോയത് അക്ഷയയിൽ. എന്നാ തിരക്കാണ്. നമ്മുടെ ഇവിടെ പോത്തനാട് അക്ഷയാണ്. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. കാരണം ഞാൻ പുതിയൊരു വീടിൻ്റെ പ്ലാനും പെർമിറ്റും അതിൻ്റെ ലോണ് റെഡിയാക്കാനുള്ള കാര്യത്തിന് വേണ്ടിയായിട്ട് പോയതാണ്. എൻ്റെ വർക്കിനല്ല, എൻ്റെ വീടും ഞാൻ ഇതിൻ്റെ ഒപ്പം പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊപ്പം ഞാൻ ചെയ്യുന്ന വർക്കുകൾ, ഫുൾ വർക്ക് ചെയ്യുന്ന വീടുകളുടെ പെർമിറ്റ് പ്ലാന് എല്ലാം സഹിതമാണ് ഞാൻ ചെയ്തു കൊടുക്കണത്. അപ്പോൾ അതിൻ്റെ ഒരു ലോണിന് വേണ്ടിയുള്ള എസ്റ്റിമേഷനൊക്കെ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ബാധ്യത സർട്ടിഫിക്കറ്റ്, പൊസിഷൻ സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള എല്ലാ സാധനം വേണം. പിന്നെ ലൊക്കേഷൻ സ്കെച്ച്, അതിനൊക്കെയുള്ള ഒരു അപേക്ഷയും എല്ലാം ഒറ്റയടിക്ക് പോയിട്ട് ഇപ്പോൾ ഞാൻ കൊടുത്ത് എല്ലാം റെഡിയാക്കിയിട്ട് പോകുന്നതാണ്. ഇനിയിപ്പോൾ 3-4 ദിവസം കഴിയും ഇതെല്ലാം കിട്ടാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അപ്പോൾ മരണമാസ് മൂവി ഒരു എതിരില്ലാത്ത മൂവിയാണ്. നിങ്ങൾ പോയി കാണുക. അടിപൊളിയും പടം പോയി കാണും. അപ്പോൾ ഞാനിപ്പോൾ വീണ്ടും
അക്ഷയ പോയിട്ട് തിരിച്ച് തറവാട് വരെ ഒന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഞാൻ അക്ഷയ എന്ന് ഇറങ്ങിയ വഴിക്ക് അമ്മ എന്നെ വിളിച്ചു പോവാണ്, 1 കിലോ ചെറുപയർ മേടിക്കാൻ നിൻ്റെ കൂടെ കയറി വരാൻ, നീ എവിടെയാണ് വരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊന്ന് 1 കിലോ ചെറുപയർ വീട്ടിലോട്ട് മേടിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് 1 കിലോ ചെറുപയർ മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോണ വഴിയാണ് ഗൈസ്, പോണ വഴിയാണ്. അമ്മമാർ പറയുമ്പോൾ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ പോയി ചെറുപയർ കൊടുത്തിട്ട് ഉണങ്ങി എനിക്ക് ഫ്ലാറ്റിലോട്ട് പോകാനായിട്ട്. ഇതുണ്ടോ, ഇത് ഞാൻ പണിത വീടാണ്, 4500 സ്ക്വയർ ഫീറ്റുണ്ട്. പിന്നെ ഞാൻ പണിയാത്തൊരു വീടുണ്ട്, ആ വർക്ക് എനിക്ക് കിട്ടിയില്ല. അത് വേറെ അവർ പലവരെ ആയതുകൊണ്ട് പണിയിപ്പിച്ചു, അതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല. പിന്നെ നമ്മുടെ ഇവിടെ പണിതുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പണിതുണ്ട് അങ്ങനെയാണ്, പക്ഷെ നമ്മൾക്ക് കിട്ടിയില്ല. പക്ഷെ അതൊരു കിട്ടും വീടാണ്, അത് നമുക്ക് കിട്ടുവാണെങ്കിൽ നല്ല പക്ക സൂപ്പർ വീട് നമുക്ക് കിട്ടിയാൽ. കാണിച്ചു തരാം ഗൈസ്, നോക്കിയോ, ഇതിൻ്റെ ബൗണ്ടറിയാണിത്. ഇതാണ്ട, ഇതാണ് വീട്. വാ, സൂപ്പർ വീടല്ലേ നോക്കി, കണ്ടോ, അടിപൊളി വീട് കണ്ടോ, നല്ല അടിപൊളി അംബിഷൻ, നല്ല സെറ്റ് വീടാണ്. എന്നാലും ഇതുപോലത്തെ ഒരു വീട് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഇതുപോലത്തെ ഒരു വീട് പണിയാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കാം. ഓക്കെ, ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോട്ടെ. തറവാട്ടിൽ ചെന്നിട്ട് വേണം ചെറുപയറൊക്കെ കൊടുത്തിട്ട് എനിക്ക് തിരിച്ച് പോരാനായിട്ട്. തറവാടിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. ഇഷ്ടം പോലെ ആഞ്ഞലിക്കോളേക്ക് അവിടെ ചാടി കിടക്കുന്നുണ്ട്. കണ്ട ദൂരം ആഞ്ഞലിക്കോളയും കാര്യങ്ങളൊക്കെയാണ് നോക്കി, അടിപൊളി ആഞ്ഞലിക്കോളയും കാര്യങ്ങളൊക്കെയാണ്. നമ്മളങ്ങനെ വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതിരിക്കുക.